ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമ്മളൊരു ഹെയർ ടിപ്പ് തന്നെയാണ്. ഹെയർ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നരയ്ക്കുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഞാൻ എന്താ ഇപ്പോൾ ഇത്രയും കാലം ഇത് ഇടാണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പക്ഷേ എൻ്റെ അടുത്ത് ചോദിക്കുന്നവരടുത്തൊക്കെ ഞാൻ ഇതിന് എന്താ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്കിങ്ങനെ കണ്ടും കേട്ടൊക്കെ അറിവുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മളിങ്ങനെ ഹെയറിൻ്റെ ടിപ്പുകളാണല്ലോ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇതൊരു ഈ ഇപ്പോൾ പറയാൻ പോണ ടിപ്പ് ഞാൻ മുൻപ് ഒരു ഡോക്ടറെ വീഡിയോയിൽ കണ്ടിട്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനത് മറന്നുപോയി സത്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ ഒരുപാട് ടിപ്പ് ഒന്നാമത് അത് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഹെയറിൻ്റെ ടിപ്പ്. നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എത്ര നാളായിട്ടുണ്ടാവും ഇപ്പോൾ ഹെയറിൻ്റെ ടിപ്പുകളൊക്കെ നമ്മൾ ഇട്ട് തുടങ്ങിയിട്ടുള്ളത്. ഞാൻ ഇടാറില്ല, സത്യം പറഞ്ഞാൽ ഞാൻ ഇടാറില്ല. നമുക്ക് അത് വേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡൈനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ മുടി വളർന്ന മുടി നമുക്ക് വളർന്നാലല്ലേ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മുടിയെ കംപ്ലീറ്റ് പോയി കഴിഞ്ഞ് അത് വന്നാലാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉടായിപ്പാന്ന് നിങ്ങൾ വിചാരിക്കില്ലേ. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഞാൻ കൂടുതൽ നമുക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ വീഡിയോ ആണ് കണ്ടത്. ഞാൻ കണ്ടുപിടിച്ചതൊന്നുമില്ല. നമ്മൾക്കിങ്ങനെ കണ്ടറിഞ്ഞിട്ടുള്ളൊക്കെ വീഡിയോസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നിസ്സാരമാണ്, പക്ഷെ അത് വളരെയധികം യൂസ്ഫുള്ളായിട്ട് അവരിപ്പോഴും തുടർച്ചയായിട്ട് അത് യൂസാക്കി കൊണ്ടുപോകണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ അവരെ മുടിക്ക് വന്ന മാറ്റങ്ങളൊക്കെ കേട്ടപ്പോൾ തന്നെ എന്തായാലും നിങ്ങളുടെ അടുത്ത് ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒന്നുമില്ല, നമ്മുടെ നിസ്സാരമായിട്ട് നമ്മൾ കരുതുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമുക്ക് അടുക്കളയിൽ ചെയ്യാവുന്ന നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതിനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് തൈരാണ്. പിന്നെ വേണ്ടത് നല്ല കാപ്പിപ്പൊടി, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല, നൈസ് കാപ്പിപ്പൊടി നല്ലത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്നൊക്കെ പറയില്ലേ, അതായത് നമ്മുടെ കൊപ്ര ആട്ടിയ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ഞാൻ അത്ര ഗ്യാരണ്ടി തരില്ല. അതിലെന്തെങ്കിലും കെമിക്കൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യണതിന് ഒരു ഗുണം കിട്ടില്ല. അപ്പം ഇത് മൂന്നാണ് നമുക്ക് അത്യാവശ്യം. പിന്നെ നിങ്ങൾക്ക് തോന്നാം ഇതെന്താ ഇവിടെ ചെയ്ത് കാണിക്കാത്തതെന്ന് ചോദിച്ചു. ഞാനിവിടെ ചെയ്ത് കാണിച്ചിട്ട് അത് വെറുതെ വേസ്റ്റാക്കി പോവുള്ളൂ. എന്താ, ഒന്നാമത് എനിക്കത് ഇടണ്ട ഇല്ല കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ടൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് നോക്കിക്കോ, എൻ്റെ ഒരു മുടി പോലും നരച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ വെറുതെ വേസ്റ്റാക്കി കളഞ്ഞപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്ത് വിലയാണെന്നറിയോ. അപ്പോൾ നമ്മളതങ്ങനെ വെറുതെ വേസ്റ്റാക്കി കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ തൊട്ട് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെ മുടിക്കും വളരെയധികം നരകളാണല്ലേ. അതങ്ങോട്ട് ഓരോന്നുമ്പോൾ അങ്ങ് തുടങ്ങും. പിന്നെ നമ്മൾ അത് മാറ്റാനായിട്ട് കെമിക്കൽ ഡൈ ഒക്കെ മേടിച്ച് തേക്കും. അപ്പോൾ ഒരെണ്ണ ഉണ്ടായിരുന്ന നരയ്ക്ക് നിങ്ങൾക്ക് അടുത്ത മാസമാകുമ്പോൾ 2-3 എണ്ണമൊക്കെ കാണാൻ പറ്റും കേട്ടോ. അത് നമ്മൾ ഈ കെമിക്കൽ നമ്മൾ ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. പക്ഷേ നമുക്ക് അപ്പുറത്തൊരു ദോഷം കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് ആഴ്ചയിൽ മെനക്കെട്ടാലും നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കാപ്പിപ്പൊടി, വെളിച്ചെണ്ണ, തൈര്. നല്ല കട്ട തൈര് വേണം കേട്ടോ. ഈ വെള്ളം പോലെ ഒലിച്ച് പോകുന്നതല്ല, നല്ല കട്ട തൈര്. അപ്പോൾ പിന്നെ ഇനി ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ ഇരുമ്പ് ചട്ടി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇരുമ്പിൻ്റെ ആണി ഉണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് ഇരുമ്പിൻ്റെ ആണി മേടിക്കുക. ഒരു 3-4-5 ആണി മേടിക്കുക. നമുക്ക് നമ്മുടെ തലയിലേക്ക് ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് അത്യാവശ്യമാണ്. എന്നാൽ തന്നെ നമ്മുടെ നരയ്ക്ക് ഒരു മാറ്റം വരുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ കാപ്പിപ്പൊടി വെളിച്ചെണ്ണയും കൂടിയിട്ട് 2 ടീസ്പൂൺ കാപ്പിപ്പൊടി എടുക്കുകയാണെങ്കിൽ 2 ടീസ്പൂൺ തന്നെ വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് ആദ്യം അത് മാത്രം മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 3 ടീസ്പൂണോളം തൈര് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇത് തലേദിവസം ഒന്നും നിങ്ങൾ സെറ്റാക്കി വയ്ക്കേണ്ട. നിങ്ങളിത് പരട്ടണേക്കാളും 1 മണിക്കൂറോ 1.5 മണിക്കൂർ മുമ്പൊക്കെ ചെയ്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ കാലത്ത് ചെയ്തിട്ട് വൈകിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഇരുമ്പിൻ്റെ ആണി ഇടാൻ മറക്കരുത്. അത് നിങ്ങൾ ഏത് പാത്രത്തിലാണോ നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ മേടിക്കാൻ കിട്ടും, നല്ല വിലയാണ് കേട്ടോ ഇരുമ്പിൻ്റെ. ഞാനിവിടെ മേടിക്കാൻ നോക്കി, പക്ഷേ ഞാനത് മേടിച്ചിട്ട് എനിക്കതൊരു ഉപകാരമില്ലെങ്കിൽ പിന്നെ നമ്മളത് മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പല കാര്യങ്ങളും ഇവിടെ ചെയ്ത് കാണിക്കാത്തത്. നമുക്ക് സ്പ്രേ ഒക്കെ ആണെങ്കിൽ എനിക്കത് ഉപയോഗിക്കാം. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്ത് വെച്ചാൽ നാശമായി വെറുതെ എടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ
ഇത് ഇരുമ്പിൻ്റെ ആണിയും കൂടിയിട്ട് ആ ഇരുമ്പിൻ്റെ ആണിയുടെ ആ ഒരു ഇത് അതിലേക്ക് ഇറങ്ങണം. എന്നാലേ നമ്മുടെ മുടിക്ക് വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ആക്കി അവിടെ വെക്കുക. അത് കഴിഞ്ഞ് നല്ലപോലെ തേച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഭാഗത്തേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1 ടീസ്പൂൺ എടുത്താൽ മതി, വേസ്റ്റാക്കി കളയണ്ട. അപ്പം നമ്മളങ്ങനെ നിങ്ങളുടെ മുടിക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തേച്ചതല്ലേ. അപ്പോൾ ഇനി അത് കഴുകാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താളിയാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നമ്മുടെ ചെറുപയറിൻ്റെ അതൊക്കെ ആകുമ്പോൾ കുറച്ച് നമുക്ക് ചെമ്പരത്തിയുടെ താളിയൊക്കെ കിട്ടുക, അല്ലെങ്കിൽ വെള്ളിലത്തിൻ്റെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പച്ചിലത്ത് നമ്മൾ ആക്കണ താളികൾ, അതാണ് നമുക്കിതിലേക്ക് ഏറ്റവും ബെറ്റർ. ചെമ്പരത്തിയുടെ ഇലയൊക്കെ വേലി ഭാഗത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും. അതിൻ്റെ ഇലയും പൂവൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് നല്ലപോലെ ഞരണ്ടി പിഴിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ആ താളിയാക്കിയിട്ട് കഴുകി കളയാം കേട്ടോ. തലയിൽ തേച്ച് കഴുകി കളയുക. ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, വെളിച്ചെണ്ണ ഉള്ളതാണ്, അത് പൊക്കോളും, കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. വല്ലാണ്ട് ഡ്രൈ ആയി കിടക്കണേക്കാളും നല്ലത് നമ്മുടെ മുടിക്ക് അത്യാവശ്യം ഒരു ഗ്ലേസിങ്ങും അതേപോലെ തന്നെ ഒരു മൊരുമൊരുപ്പില്ലാതെ ഡ്രൈനെസ് ഇല്ലാണ്ടിരിക്കണമൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ നമ്മുടെ മുടി കറുക്കും ചെയ്യും. ഈ കാപ്പിപ്പൊടിയും ഈ ഇരുമ്പിൻ്റെ കണ്ടൻറ്റും കൂടി ആയി വരുമ്പോൾ, അത് വെളിച്ചെണ്ണയും കൂടിയിട്ട് മിക്സായി വരുമ്പോൾ അടിപൊളി നല്ലൊരു റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി പേർക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ ഇതും ഒരു പ്രാവശ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും നിങ്ങളിത് ചെയ്യുക. അപ്പോൾ ഒരാഴ്ചയിലേക്ക് ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അത് നമുക്ക് ഒരാഴ്ച നിൽക്കും ആ ഒരു വ്യത്യാസം. പിന്നെ നമ്മുടെ നരയ്ക്ക് കുറഞ്ഞു വരും. നമ്മളിത് തുടർച്ചയായിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ കുറഞ്ഞു വരും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ പറയണ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോസ് കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കണ ഒത്തിരി പേരുണ്ട്, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ നല്ല നല്ല ടിപ്പുകളും ചെറുവക ടിപ്പുകളൊക്കെ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.